ഹായ് മക്കളെ, പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് കേട്ടു അല്ലെ? ഖലീൽ ജിബ്രയുടെ സോങ് ഓഫ് ദ ഫ്ലവർ അല്ലെ? ഭൂമിയിലെ ഈ പ്രകൃതിയിലെ ഒരു ഫ്ലവറിന് എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് നമ്മളൊരു പാട്ടിലൂടെ കേട്ടു അല്ലെ? വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടായിരുന്നു. അതും അതിൻ്റെ പ്രകൃതിയുടെ ഭാഗം നോക്കുമ്പോൾ ഈ ഒരു പ്രകൃതിയിൽ ഇത്രത്തോളം ഒരു ഫ്ലവറിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോവും അല്ലെ? ഇത് മാത്രമാണോ പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത്? അല്ല അല്ലെ? പ്രകൃതിക്ക് മറ്റ് അനവധി മനോഹരമായിട്ടുള്ള ഭാഗങ്ങളുണ്ട് അല്ലെ? അതിലൊന്നാണ് മഴ അല്ലെ? മഴ നമ്മൾ ആസ്വദിക്കാത്തവരായിട്ട് ആരുമില്ല. എല്ലാവരും എപ്പോഴും ഒരു നിമിഷമെങ്കിലും മഴയെ ആസ്വദിച്ചിട്ടുണ്ടാവും അല്ലെ? അതും ഫസ്റ്റ് മഴയാണെങ്കിലോ നല്ല ചൂട് പിടിച്ചു നിൽക്കുന്ന ഭൂമിയിലോട്ട് ആദ്യമായിട്ട് പെയ്യുന്ന മഴയുടെ ഭംഗി എന്ന് പറയുന്നത് അതിമനോഹരമാണ് അല്ലേ? അതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലും അതേപോലെ തന്നെ ആ ഒരു പ്രത്യേക തണുപ്പൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന ആ മനോഹരമായിട്ടുള്ള കാഴ്ച, അങ്ങനെയൊരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഷവേഴ്സ് അല്ലെ? ആദ്യ മഴയാണ് കേട്ടോ. ആദ്യ മഴ എത്രത്തോളം ഒരു വ്യക്തിക്ക് മനോഹരമാണ് എന്നുള്ളതാണ്. നമുക്ക് ഈ പിക്ചർ നോക്കാം. ഈ പിക്ചർ നിങ്ങളുടെ മൈൻഡിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ കവിത കാണാൻ അല്ലെ? ഈ പിക്ചറിൽ എന്താണ് കാണുന്നത്? ഒരു റോഡിലൂടെ ഒരു ലേഡി നടന്നു വരുന്നുണ്ട്. ആ ലേഡിയുടെ മുഖത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആള് ഭയങ്കര ടയേർഡാണ് അല്ലെ? ടയേർഡായിട്ടുള്ള ഒരു ഫേസിലൂടെയാണ് ആള് വരുന്നത്. പക്ഷെ ആ ടയേർഡായിട്ടുള്ള ഫേസിലൂടെ നോക്കുമ്പോൾ ആൾ എന്ത് ചെയ്യുന്നുണ്ട്? മഴയെ എങ്ങനെ ഹഗ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അല്ലെ? ആ പിക്ചറിൽ കാണാം നിങ്ങൾക്ക് എങ്ങനെയാണ് നിൽക്കുന്നത്. മഴയെ എങ്ങനെ ഹഗ് ചെയ്തിട്ടുണ്ട്. ആ മഴയെ എങ്ങനെ ഹഗ് ചെയ്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ കാണുന്നത് അല്ലെ? അത് മാത്രമല്ല ആളുടെ ഫേസിലും മൊത്തത്തിൽ ആ മഴയെ അങ്ങ് ആസ്വദിച്ച് നിൽക്കുന്ന ഒരു പിക്ചറാണ് അല്ലെ? ഈ പിക്ചർ നിങ്ങളുടെ മൈൻഡിൽ വെക്കാം. എന്നിട്ട് വേണം നിങ്ങൾ ഈ കവിത കേൾക്കാൻ. അപ്പൊ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ കവിത ഉള്ളിലോട്ട് അങ്ങ് കയറിപ്പോവും. നോക്കല്ലേ മക്കളെ? ഫസ്റ്റ് ഷവേഴ്സ്, നമ്മുടെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഹാവ് യു എക്സ്പീരിയൻസ് ദ സീസണസ് റെയിൻ? എന്താ ഈ സീസണസ് റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതെ, ഈ നമ്മുടെ ഈ ഫസ്റ്റ് മഴ ഉണ്ടല്ലോ, ഈ ഫസ്റ്റ് മഴ അതൊരു ഫീലിംഗ് ആണ് അല്ലേ? ആ ഫീലിംഗ് അല്ലെ, അത് ആ റിലേറ്റഡ് സെൻസസ് ആണ് അല്ലെ? ആ ഒരു അർത്ഥത്തിലാണ് ഈ സീസണസ് വരുന്നത്. അങ്ങനെയുള്ള ഒരു ഫസ്റ്റ് റെയിൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും എന്നാണ് ചോദ്യം. Does the rain brings happiness to you? മഴ നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരാറുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. Here is a poem about the happiness that the rain brings. Read and enjoy the poem. അല്ലെ? ഇവിടെ നിങ്ങൾക്കൊരു പോം തരുന്നുണ്ട്, മഴ സന്തോഷം കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ്. ആ പോം നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ആസ്വദിക്കാം. ഓക്കെ. Nalini Sharma, writer. Nalini Sharma is a contemporary bilingual Indian writer, Hindi and English. അല്ലെ? രണ്ട് ഭാഷയിൽ എഴുതുന്ന വ്യക്തിയാണ്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതാറുണ്ട്. Her poems, articles, essays, short stories, novels, etc. have been published in reputed journals like Nyaya Jnanodaya, Sarida and Grihashova, Soman Saurabh, Chhattisgarh Today, Women's Era, Alive, Poet, Metaverse, Muse, Free Expression, etc. ഇതൊക്കെ ആ ടൈമിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള മാഗസിൻസും ജേർണൽസും ഒക്കെയാണ്. അതിലൊക്കെ അവരുടെ എല്ലാ റൈറ്റിങ്സും, പോംസും, ഷോർട്ട് സ്റ്റോറിയും അതുപോലെ ആർട്ടിക്കിൾസും എസ്സേസും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് ആ ടൈമിലുള്ള മാഗസിൻസ് ആണ്, അതുകൊണ്ടാണ് നമുക്കറിയാത്തത്. അപ്പൊ അതിലൊക്കെ അവരുടെ വർക്സുകളൊക്കെ ആ കാലത്ത് പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. And she has been honored with awards like Sahitya Shri, Bharat Bhasa Bhushan and Shri Shat Sadhana Samman and Vishit Sadhana Samman, Rashtra Bhasa Sevak Samman, Tuliga Samman and the Best Poet of the Year 2003 by Poets International and Metaverse Muse Award, Sarojini Naidu Awards and Shata Patil Award. ഇങ്ങനെ ഒരുപാട് അവാർഡുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമ്മളെ എക്സാം ഒരു വരുന്ന ടൈമിൽ റൈറ്ററെ കുറിച്ച് ഇത്രത്തോളം കാര്യങ്ങളൊന്നും നമുക്ക് അറിയേണ്ടതായിട്ട് വരുന്നില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ജസ്റ്റ് ഒരു റീഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ. പോംസ്. As I returned from my workplace, cool drops kissed my parched face. Soon the first showers caught me unawares and soaked me, soothing my fried nerves. നോക്കാം. As I returned from my place, ഞാൻ എൻ്റെ വർക്ക് പ്ലേസിൽ നിന്നും, വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ഞാൻ മടങ്ങി വരുമ്പോൾ എന്താണ്?
കൂൾ ഡ്രോപ്സ് കിസ്ഡ് മൈ പാർച്ചഡ് ഫേസ്. പാർച്ചഡ് മീൻസ് വിരളിയ, ഭയങ്കരമായിട്ട് ഫേസൊക്കെ ക്ഷീണം കൊണ്ട് ആകെ ടയേർഡായിട്ടുള്ള ഫേസ്, അതാണ് പാർച്ചഡ് ഫേസ്. എൻ്റെ ആ പാർച്ചഡ് ആയിട്ടുള്ള ആ വിരണ്ട മുഖത്തോട്ട്, വരണ്ട ആ ഫേസിലോട്ട് എന്ത് വരാണ്? കൂളായിട്ടുള്ള ഡ്രോപ്സ് അല്ലേ, കൂളായിട്ടുള്ള ആ മഴത്തുള്ളികൾ, തണുത്ത മഴത്തുള്ളികൾ വന്നിട്ട് എന്നെ കിസ് ചെയ്യാണ് അല്ലേ. അപ്പൊ എൻ്റെ വരണ്ട ഫേസിൽ മഴത്തുള്ളികൾ വന്നിട്ട് എന്നെ കിസ് ചെയ്യണ, മഴത്തുള്ളി മുഖത്തോട്ട് ഉറ്റി വീണു എന്നൊരർത്ഥത്തിൽ കേട്ടോ. അപ്പോൾ ആ വരണ്ട മുഖത്തോട്ട് നല്ല കൂളായിട്ടുള്ള ഡ്രോപ്സ് വന്നിട്ട് കിസ് ചെയ്യാണ് എപ്പോൾ? ഞാൻ ജോലി സ്ഥലത്ത് നിന്നും മടങ്ങി വരുമ്പോൾ. ക്ലിയർ? സൂൺ ദ ഫസ്റ്റ് ഷവേഴ്സ് കോട്ട് മീ അൺഅവേഴ്സ് അല്ലേ. എന്നെ ഒട്ടും അപ്രത്യക്ഷമായിട്ട്, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ, എന്നോട് ഒട്ടും പറയാതെ തന്നെ എന്ത് ചെയ്യാണ്? ആ ഫസ്റ്റ് മഴ അല്ലെ, ആ ആദ്യ മഴ എന്നെ പിടികൂടുകയാണ്. ഐ മീൻ ഞാൻ നനയുകയാണ് എന്നൊരർത്ഥത്തിൽ കേട്ടോ. കോട്ട് മീൻസ് ഇങ്ങനെ പിടികൂടുക, ഫസ്റ്റ് ഷവേഴ്സ് മീൻസ് ആദ്യമായ. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആദ്യമായ എന്നെ എന്ത് ചെയ്യാണ്? ഇങ്ങനെ പിടികൂടുകയാണ്. ആൻഡ് സോക്ക്ഡ് മീ എന്നാണ്, എന്നത് നനക്കുകയാണ്. ആൻഡ് സൂത്തിങ് മൈ ഫ്രയർഡ് നെർവേഴ്സ്, അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്? എന്നെ ഒന്ന് കൂളാക്കുകയാണ്, ഒന്ന് സ്മൂത്ത് ചെയ്യാണ് എന്നെ. എങ്ങനെ? എൻ്റെ ഞരമ്പുകളെ, എൻ്റെ വരണ്ട് പോയിട്ടുള്ള ആ ഞരമ്പുകളെ, ക്ഷീണിച്ചിട്ടുള്ള എൻ്റെ ഞരമ്പുകളെ എന്ത് ചെയ്യാണ്? ഒന്ന് കൂളാക്കാണ്, ഒന്ന് സൂത്ത് ചെയ്യാണ് അല്ലെ, ഒന്ന് സുഖപ്പെടുത്താണ്, ഒന്ന് മയപ്പെടുത്തുകയാണ്. അതുപോലെ എന്നെ നനക്കുകയാണ്, ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ള ആ ഫസ്റ്റ് മഴ. ക്ലിയർ? The weary lines did it promptly erase of day-long heat and the fatigue from my visage. Wet cloth clung to my body like an infant to its mother's bosom and steady my gauge. നോക്കാം. The weary lines did it promptly erase. The weary lines എന്ന് പറഞ്ഞാൽ ക്ഷീണത്തിന്റെ വരകൾ എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷീണം കാരണം നമ്മുടെ ഫേസിൽ വന്നിട്ടുള്ള വരകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ക്ഷീണത്തിന്റെ ആ ഒരു മുഖത്ത് വരുന്ന പാടുകൾ അല്ലെ. അതെന്ത് ചെയ്യാണ്? ക്ഷീണത്തിന്റെ ആ ഒരു പാടുകള്, ആ വരകൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് പൂർണ്ണമായിട്ടും കൃത്യമായിട്ട് അതെന്ത് ചെയ്യാണ്? മൂവ് ചെയ്യാണ്, റിമൂവ് ചെയ്യാണ്, ഇറേസ് ചെയ്യാണ്, അതൊക്കെ മായ്ച്ചു കളയുകയാണ് ആ മഴ. ഓഫ് ഡേ ലോങ് ഹീറ്റ് ആൻഡ് ഫാറ്റിക് ഫ്രം മൈ വിസേജ്. വിസേജ് മീൻസ് എന്താണ്? എൻ്റെ ഫേസ്, എൻ്റെ മുഖത്ത് വന്നിട്ടുള്ള ക്ഷീണത്തിൻ്റെയും ആ ഒരു ദിവസം മുഴുവൻ കൊണ്ട ചൂട്, ഡേ ലോങ് ഹീറ്റ്, ആ ഒരു ദിവസം ഫുൾ കൊണ്ടിട്ടുള്ള ചൂടും ക്ഷീണത്തിൻ്റെയൊക്കെ എൻ്റെ മുഖത്ത് കാണുന്ന എല്ലാം എന്ത് ചെയ്യാണ്? അതിൻ്റെയൊക്കെ പാടുകൾ എന്ത് ചെയ്യാണ്? മുഖത്ത് നിന്നും മായ്ച്ചു കളയുകയാണ്. വെറ്റ് ക്ലോത്ത് ക്ലങ് ടു മൈ ബോഡി ലൈക്ക് ആൻ ഇൻഫാന്റ്. എൻ്റെ ശരീരത്തിലുള്ള എൻ്റെ ഡ്രസ്സുകള് എങ്ങനെ ചുറ്റിപ്പിടിക്കുകയാണ്? എന്നെ ക്ലെങ് ചെയ്യാണ്, എന്നെ ചുറ്റിപ്പിടിക്കുകയാണ്. ഓക്കെ, എങ്ങനെ ചുറ്റിയാണ് പിടിക്കുന്നത്? ഒരു കുഞ്ഞുകുട്ടി അതിൻ്റെ അമ്മയുടെ നെഞ്ഞിൽ ഇങ്ങനെ, അമ്മയുടെ ചെസ്റ്റിൽ ഇങ്ങനെ ഹഗ് ചെയ്ത് പിടിച്ചിങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെയാണ് ആ ഡ്രസ്സ് എൻ്റെ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുന്നത്. ടു ഇറ്റ്സ് മദേഴ്സ് ബോസം അൺസ്റ്റഡി മൈ ഗെയിൻ അല്ലേ. എന്ത് ചെയ്യാണ്? അമ്മയുടെ ബോസം മീൻസ് അമ്മയുടെ ചെസ്റ്റില് ഇങ്ങനെ ചുറ്റി ക്ലങ് ചെയ്ത് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു കുട്ടിയെ പോലെ ആ മഴ പെയ്ത സമയത്ത് എൻ്റെ ഡ്രസ്സുകൾ എൻ്റെ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അൺസ്റ്റഡി മൈ ഗെയിൻ, എൻ്റെ നടത്തം എങ്ങനെയായിരിക്കും? നമ്മുടെ ശരീരത്തിൽ ഡ്രസ്സ് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കാണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടില്ലേ? അതാണ് അൺസ്റ്റഡി മൈ ഗെയിൻ. ഗെയിൻ മീൻസ് വാക്ക്, അൺസ്റ്റഡി മീൻസ് സ്ഥിരതയില്ലാത്ത ഒരു നല്ല ഉഷാറായിട്ടുള്ള നടത്തം ഉണ്ടാവല്ലോ. ഡ്രസ്സുകളൊക്കെ ഇപ്പം അങ്ങ് ഒട്ടിപ്പിടിച്ച് ശരീരത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു നടത്തം ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു നടത്തമായിട്ട് മാറുകയാണ് എൻ്റെ വാക്കിംഗ്. ഓക്കെ. The dusty trees stood bathed in an instant, dressed in washed green, looked magnificent. അല്ലെ, ആ വ്യക്തിക്ക് മാത്രമാണോ പ്രകൃതി മഴ ഇത്രയും മനോഹാരിത കൊടുത്തിട്ടുള്ളത്? അല്ല അല്ലെ, ആ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഉണ്ട് അല്ലെ. പൊടി പിടിച്ച് നിൽക്കുന്ന മരങ്ങളെ പെട്ടെന്നൊന്ന് കുളിപ്പിച്ചിട്ട് പച്ച പുതപ്പിക്കുകയാണ്, പച്ച ഡ്രസ്സ് ഇട്ടിട്ട് മനോഹരമായിട്ട്, അതിമനോഹരമായിട്ട് പുതപ്പിച്ച് നിർത്തുകയാണ് കേട്ടോ. എന്താണ്? ദ ഡസ്റ്റി ട്രീസ് അല്ലെ, പൊടികൾ പിടിച്ച് നിൽക്കുന്ന ആ മഴയെ ബാത്തഡ് ഞാൻ ഇൻസ്റ്റന്റ് അല്ലെ, ഒരു ഇൻസ്റ്റന്റ് ബാത്ത് ചെയ്യിപ്പിക്കുകയാണ് അല്ലെ, പെട്ടെന്നൊന്ന് കുളിപ്പിച്ചെടുക്കുകയാണ്. ഡ്രസ്ഡ് ഇൻ വാഷ്ഡ്
ഗ്രീൻ ലുക്ക്ഡ് മാഗ്നിഫിഷ്യൻ. എന്നിട്ട് എന്ത് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല പച്ച വിരിച്ച ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ മനോഹരമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെ? ലുക്ക്ഡ് മാഗ്നിഫിഷ്യൻ, അതിഗംഭീരമായിട്ട് അല്ലെ, എക്സ്ട്രീം ബ്യൂട്ടിഫുൾ ആയിട്ട് അല്ലെ, അങ്ങേയറ്റം മനോഹരമായിട്ട് അതിഗംഭീരമായിട്ടാണ് ഇപ്പോൾ എന്ത് കാണുന്നത്? പ്രകൃതിയിൽ മരങ്ങൾ കാണുന്നത്. The scented earth resplendent in the damped glory, sucked in dust, giving respite to the travelers weary. അല്ലേ? The scented earth അല്ലേ, ആദ്യമായുടെ മണം എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പ്ലൻഡ് ചെയ്യുന്നുണ്ട്. റെസ്പ്ലൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ട് മാറുക അല്ലെ, ഉജ്ജ്വലമായിട്ട് മാറ്റുകയാണ്. ആൻഡ് ഡാംപ്ഡ് ഗ്ലോറി എന്ന് പറഞ്ഞാൽ നനവുള്ള ഭൂമി അല്ലെ, നനഞ്ഞു കിടക്കുന്ന ആ ഭൂമിയിലോട്ട് പച്ചമണവും കൂടെ വരികയാണ് അല്ലേ. അപ്പൊ ആ ഒരു പച്ചമണം എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ആ സ്മെല്ലാണ് അല്ലേ. ആ ഭൂമിയുടെ ആദ്യം വരുന്ന മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മണം കൊണ്ട് നനഞ്ഞു നിൽക്കുന്ന ആ ഭൂമി എന്ത് ചെയ്യാണ്? സക്കഡിൻ ഡസ്റ്റ് അല്ലേ, എന്താണ്? പൊടിയെല്ലാം വലിച്ചെടുത്ത് നനഞ്ഞു നിൽക്കുന്ന മണം വിരിച്ചിരിക്കുന്ന ആ ഭൂമി ആർക്ക് ആശ്വാസം നൽകുകയാണ്? ട്രാവലേഴ്സ്, ക്ഷീണിച്ചിട്ടില്ല, വിയറിയായിട്ടില്ല, ക്ഷീണിച്ച യാത്രക്കാർക്ക് അത് ആശ്വാസം നൽകുകയാണ്. എന്ത്? പൊടിയെല്ലാം വലിച്ചെടുത്ത് നനഞ്ഞു കുളിർത്ത് നല്ല മണത്തോടു കൂടി നിൽക്കുന്ന ആ ഭൂമി ക്ഷീണിച്ചു നിൽക്കുന്ന യാത്രക്കാർക്ക് ഒരു ആശ്വാസം നൽകുകയാണ്. ക്ലിയർ? To thank the rain god, I looked up the sky. More drops wrenched me on the sly. ഞാൻ നന്ദി പറയാൻ വേണ്ടി, മഴ ദൈവത്തോട് നന്ദി പറയാൻ വേണ്ടി ഞാൻ മുകളിലോട്ട് നോക്കിയപ്പോൾ എന്ത് ചെയ്യുകയാണ്? മഴ വീണ്ടും ഒരു കുസൃതി കാണിക്കുന്നുണ്ട് ഇവിടെ. മോർ ഡ്രോപ്സ് റിച്ച്ഡ് മീ ഓൺ ദ സ്ലൈ. വളരെ രഹസ്യമായിട്ട് എന്നോട് പറയാതെ വികൃതി കാണിക്കുക എന്നൊക്കെ പറയില്ലേ, വീണ്ടും എൻ്റെ മുഖത്തോട്ട് എന്ത് ചെയ്യാണ്? മുഖത്തോട്ട് വന്ന് വീണിട്ട് അത് എന്നെ വീണ്ടും നനയ്ക്കുകയാണ് അല്ലേ. സ്ലൈ മീൻസ് രഹസ്യമായിട്ട് വികൃതി കാട്ടിക്കൊണ്ട് എന്നൊരർത്ഥത്തിലൊക്കെ കേട്ടോ. മുകളിലോട്ട് നോക്കുമ്പോൾ മഴ വീണ്ടും എൻ്റെ മുഖത്തോട്ട് വികൃതി കാട്ടിക്കൊണ്ട് വീണ്ടും എന്നെ മുഖത്തോട്ട് മഴത്തുള്ളികൾ വീഴ്ത്തിക്കൊണ്ട് എന്നെ വീണ്ടും നനയ്ക്കുകയാണ്. Marveling at this wonderful gift of nature, I hurried home wading through the gurgling water. അല്ലേ, പ്രകൃതിയുടെ അല്ലെ, നാച്ചുറിൻ്റെ ഈ മനോഹരമായിട്ടുള്ള സമ്മാനം കണ്ട് അതിശയപ്പെട്ടുകൊണ്ട് ഞാൻ, മാർവലിംഗ് അല്ലേ, ഈ ഭൂമി നൽകുന്ന, ഈ പ്രകൃതി നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം കണ്ട് അതിശയപ്പെട്ട് ഞാൻ വളരെ ധൃതിയിൽ എന്ത് ചെയ്യാണ്? വീട്ടിലോട്ട് നടന്നു പോവുകയാണ്. എങ്ങനെയാണ് നടന്നു പോകുന്നത്? മഴവെള്ളം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അല്ലേ. മഴവെള്ളം ഇങ്ങനെ നിറയെ ഉണ്ടാവും റോട്ടിൽ അല്ലേ. അതിങ്ങനെ ഗർഗ്ലിംഗ് പറഞ്ഞാൽ എന്താ? ഗർഗിളിങ് പറഞ്ഞാൽ എന്താ? ശബ്ദമാണ് കേട്ടോ. വെള്ളത്തിലൊക്കെ കളിക്കുമ്പോൾ ഉണ്ടാവുന്ന വെള്ളത്തിൻ്റെ ഒരു ശബ്ദം ഉണ്ടല്ലോ അല്ലേ, അതിങ്ങനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട്, മഴയൊക്കെ ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് മഴയുടെ മനോഹരമായിട്ടുള്ള ആ സമ്മാനം കണ്ട് വളരെ അതിശയപ്പെട്ട് ഞാൻ മഴയെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്? വീട്ടിലോട്ട് ധൃതിയിൽ ഞാൻ നടന്നു പോയി. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ചെറിയൊരു പോമായിരുന്നു അല്ലേ. അതിന്റെ ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് നോക്കാം. ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഹൗ ഡസ് ദ റെയിൻ സൂത്ത് ദ പോയിറ്റ്സ് നെർവ്സ് അല്ലേ. എങ്ങനെയാണ് മഴ നമ്മുടെ പോയിറ്റ്സ് ആണല്ലോ ഇതിന്റെ സ്പീക്കറും റൈറ്ററും. അപ്പൊ നമ്മുടെ പോയിറ്റ്സിന്റെ എങ്ങനെയാണ് മഴ അവരുടെ ഞരമ്പുകളൊക്കെ അല്ലെ, എങ്ങനെയാണ് അതൊന്ന് സൂത്തൻ ചെയ്ത് അല്ലെ, എങ്ങനെയാണ് അതിന് കൂളാക്കി ഒന്ന് റിലീഫ് ചെയ്തത് എങ്ങനെയാണെന്നാണ് ചോദ്യം. The rain soothes the poet by getting rid of heat and fatigue അല്ലേ. എങ്ങനെയാണ്? ആ ദിവസത്തെ ചൂടിനെയും ക്ഷീണത്തെയും ഗെറ്റിംഗ് റീഡ് ചെയ്തുകൊണ്ട് അല്ലെ, ആശ്വാസം നൽകിക്കൊണ്ട്, അന്നത്തെ ദിവസത്തെ ഫുൾ ക്ഷീണത്തെയും അന്നത്തെ ദിവസത്തെ ഫുൾ ചൂടിനെയും ഒരു ആശ്വാസം പകർന്നു കൊടുത്തുകൊണ്ടാണ് മഴ അവർക്ക് എന്ത് ചെയ്തത്? അവരുടെ നെർവ്സിനെയൊക്കെ സൂത്തൻ ചെയ്തത്. ക്ലിയർ? Then second question, why do the trees look magnificent അല്ലെ. എങ്ങനെയാണ് മരങ്ങൾ അതിഗംഭീരമായിട്ട് അതിമനോഹരമായിട്ട് എങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്? The rain washes the leaves of the trees അല്ലെ. മഴ എന്ത് ചെയ്യാണ്? ഇലകളെല്ലാം അല്ലെ, മരത്തിന്റെ ഇലകളെല്ലാം ഒന്ന് വാഷ് ചെയ്യാണ് അല്ലെ, ഒന്ന് കുളിപ്പിച്ചെടുക്കുകയാണല്ലേ മക്കളെ. ആൻഡ് ദ ട്രീസ് ലുക്ക് മാഗ്നിഫിഷ്യന്റ് ആൻഡ് ഷൈനി. സ്വാഭാവികമായിട്ടും മഴ ഇലകളെയൊക്കെ വാഷ് ചെയ്ത് പൊടിയൊക്കെ കളയുമ്പോൾ എന്താവും? ആ മരത്തെ കാണാൻ എങ്ങനെയുണ്ടാവും? അത് ഗംഭീരവും മാഗ്നിഫിഷ്യന്റും ഷൈനിങ്ങുമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. Then question number 3,
വാട്ട് ഡു ദ മാർവലേഴ്സ് ഫീൽ വെൻ ഇറ്റ് റെയിൻസ് അല്ലെ? എങ്ങനെയാണ് നമ്മുടെ വാട്ട് ഡു ദ ട്രാവലേഴ്സ് ഫീൽ വെൻ ഇറ്റ് റെയിൻസ് അല്ലെ? നമ്മുടെ യാത്രക്കാർക്ക് മഴ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ദേ ഫീൽ റിലീഫ് അല്ലെ? എന്താണ് കിട്ടുന്നത്? അവർക്ക് റിലീവാണ് കിട്ടുന്നത് അല്ലെ മക്കളെ? എന്താണ് കിട്ടുന്നത്? അവർക്കൊരു ആശ്വാസമാണ് കിട്ടുന്നത്. കമന്റ് ഓൺ ദ എക്സ്പ്രഷൻ റെഞ്ച്ഡ് മീ ഓൺ ദ സ്ലൈൻ അല്ലെ? മഴ എന്ത് ചെയ്യാണ്? രഹസ്യമായിട്ട് എന്നെ നനയ്ക്കുകയാണ്. കുസൃതി കാട്ടി എന്നെ, അല്ലെങ്കിൽ മഴ വികൃതി കാട്ടി എന്നെ വീണ്ടും എന്നെ നനയ്ക്കുകയാണ്. നോക്കാം. ദ പോയിറ്റ് ഈസ് കംപ്ലീറ്റ്ലി റെച്ച്ഡ് ബൈ ദ മിസ്ചീവിയസ് റെയിൻ ഡ്രോപ്സ്. ഈ മിസ്ചീവിയസ് ആണ് എന്താ? വികൃതി കാട്ടുക, കുസൃതി കാട്ടുക എന്നൊരർത്ഥം വരും അല്ലെ? റെയിൻ ഡ്രോപ്സ് പറഞ്ഞ മഴത്തുള്ളികള് കുസൃതി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ വികൃതി കാണിച്ചുകൊണ്ട് പോയറ്റിനെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാണ്? നനയ്ക്കുകയാണ്. ദെൻ ആക്ടിവിറ്റി 1, കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. എക്സ്പ്ലനേഷൻ ഉണ്ട്, അതുപോലെ എക്സ്പ്രഷൻ ലൈൻസ് ഫ്രം ദ ടെക്സ്റ്റ് അല്ലെ? അതിൻ്റെ ഒരു എക്സ്പ്രഷൻസും ആ വരിയുടെ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. ദ പോയിറ്റ് ഫേസ് വാസ് ഡ്രൈ. പോയിറ്റിന്റെ ഫേസ് എന്താണ്? ഡ്രൈ ആയിട്ടുണ്ട് അല്ലെ? വരണ്ടിട്ടുണ്ട്. അതിന് നമ്മുടെ പോമിൽ യൂസ് ചെയ്യുന്ന ലൈൻ ഏതാണ്, അല്ലെങ്കിൽ ആ വേർഡ് ഏതാണെന്ന് ചോദ്യം. പാർച്ച്ഡ് ഫേസ്, വരണ്ട ഫേസ് എന്നൊരർത്ഥത്തിലാണ് കൊടുക്കുന്നത് കേട്ടോ. പോയിറ്റിന്റെ ഫേസ് ഡ്രൈ ആയെന്ന് പറഞ്ഞാൽ എന്താണ് കൊടുക്കുന്നത്? പാർച്ച്ഡ് ഫേസ് എന്താ? വരണ്ട മുഖം. ഷീ ഗോട്ട് സോക്ക്ഡ് ഇൻ ദ റെയിൻ അല്ലെ? അവൾ എന്ത് ചെയ്തു? മഴയിൽ നനഞ്ഞു കുളിച്ചു. സോക്ക്ഡ് ഇൻ റെയിൻ എന്നാണ് പോമില് കൊടുക്കുന്നത്. ഷി വാസ് ടയേർഡ്, ആള് ഭയങ്കര ക്ഷീണിതയായിരുന്നു. ഫ്രയേർഡ് നെർവസ്, വരണ്ടു പോയിട്ടുള്ള അല്ലെ? വരഞ്ഞു മുറുകിയ ഞരമ്പുകൾ. ദ ഹീറ്റ് ആൻഡ് ഫാറ്റിക് മെയ്ഡ് ഹെർ വിയറി അല്ലെ? ചൂടും ക്ഷീണവും അവളെ എന്ത് ചെയ്തു? ക്ഷീണിതയാക്കി. വിയറി ലൈൻസ് ഡേ ലോങ് ഹീറ്റ് ആൻഡ് ഫാറ്റിക് അല്ലെ? എന്താണ്? ക്ഷീണത്തിന്റെ അടയാളങ്ങൾ. ഓക്കെ, ഡേ ലോങ് ഹീറ്റ് ആൻഡ് ഫാറ്റിക് എന്താണ്? ആ ദിവസത്തെ മുഴുവൻ ചൂടും ക്ഷീണവും. ദ ട്രീസ് വെർ വെറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. മരങ്ങൾ എന്ത് ചെയ്തു? നനഞ്ഞു, വളരെ മനോഹരമായി. എന്ന് പറയുമ്പോൾ ഡ്രസ്ഡ്, വാഷ്ഡ്, ഗ്രീൻ, ലുക്ക്ഡ്, മാഗ്നിഫിഷ്യന്റ് അല്ലെ? എങ്ങനെയാണ്? കുളിച്ച് നല്ല പച്ച നിറത്തില് വളരെ മനോഹരമായിട്ട്, അതിമനോഹരമായിട്ട് ഡ്രസ് ചെയ്ത് കണ്ടു. ദ പോയറ്റ് സ്റ്റുഡ് ഇൻ വണ്ടർ. പോയറ്റ് ഇപ്പോൾ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. മാർവലിംഗ് അറ്റ് ദ വണ്ടർഫുൾ ഗിഫ്റ്റ് ഓഫ് നാച്ചർ. പ്രകൃതിയുടെ അതിമനോഹരമായിട്ടുള്ള സമ്മാനം കണ്ട്, ഗംഭീരമായിട്ടുള്ള സമ്മാനം കണ്ട് അതിശയപ്പെടുക. ദ പോയറ്റ് റിട്ടേൺഡ് ഹോം. പോയറ്റ് വീട്ടിലോട്ട് മടങ്ങി വന്നു. ഐ ഹറീഡ് ഹോം ത്രൂ ദ ഗർഗ്ലിംഗ് വാട്ടർ അല്ലെ? എന്ത് ചെയ്യാണ്? വളരെ ഹറിയായിട്ട് ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോന്നു. വെള്ളത്തിലിങ്ങനെ തട്ടിത്തെറിച്ചുകൊണ്ടാണ് പോകുന്നത്. ദെൻ ആക്ടിവിറ്റി 2, റീഡ് ദ ലൈൻസ്. Wet cloth clung to my body like an infant to its mother's bosom അല്ലെ? ഒരു അമ്മയുടെ ചെസ്റ്റില് കുട്ടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് പോലെ അല്ലെ? അമ്മമാരുടെ നമ്മളിങ്ങനെ മക്കളെ ഇവിടെ ഇങ്ങനെ കുഞ്ഞു മക്കളെ ഇങ്ങനെ ചെസ്റ്റിൽ അമ്മമാരിങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ ആ മക്കൾ അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന പോലെ തോന്നും. അതുപോലെയാണ് മഴ വന്നപ്പോൾ നമ്മുടെ റൈറ്ററുടെ ഡ്രസ്സും അവരുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച് നിന്നത് എന്നാണ് പറയുന്നത്. ഒരു ചെറിയ കമ്പാരിസൺ അവിടെ കണ്ടുല്ലേ മക്കളെ? അമ്മയുടെ ചെസ്റ്റില് കുട്ടി ഇങ്ങനെ ക്ലങ് ചെയ്ത് നിൽക്കുന്ന പോലെ പോയറ്റിന്റെ ശരീരത്തിൽ അവരുടെ ഡ്രസ്സും അങ്ങനെ തന്നെയാണ് നിന്നത്. നോക്കാം. Here the clinging of the wet clothes is compared to an infant clinging on its mother's bosom അല്ലെ? ഡ്രസ്സ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് അമ്മയുടെ ചെസ്റ്റില് കുട്ടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നതുമായിട്ട് അവരെന്ത് ചെയ്തു? കമ്പയർ ചെയ്തു. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സിമിലി. ഇത് എന്തിനാണ് മക്കളെ എക്സാമ്പിൾ? സിമിലിക്കാണ്. എന്തുകൊണ്ടാണ് അത് സിമിലിക്ക് എക്സാമ്പിൾ ആവുന്നത്? അത് സിമിലിക്ക് എക്സാമ്പിൾ ആവാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ എന്തുണ്ട് മക്കളെ? ലൈക്ക് ഉണ്ട് അല്ലെ? അപ്പോൾ ലൈക്കും ആസും ഒക്കെ കൊണ്ട് രണ്ട് വസ്തുക്കളെ തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഒബ്ജക്റ്റുകളെ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ലൈക്കും ആസും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് സിമിലിയാണ് അല്ലേ? ഇനി അല്ലെങ്കിൽ നമ്മളത് ഓൾറെഡി പഠിച്ചതായിരുന്നു. എന്താണ്? ലൈക്കും ആസും വെച്ച് കമ്പയർ ചെയ്യുന്ന രണ്ട്
വസ്തുക്കളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഈക്വൽ ആയിട്ട് കമ്പയർ ചെയ്യാണ്. അവിടെ ലൈക്കോ ആസോ പോലെ എന്നൊന്നും പറയാതെ ഡയറക്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ അത് മെറ്റഫറും, അതുപോലെ ലൈക്കും ആസോ ഒക്കെ ചേർത്ത് അതുപോലെ ഇതുപോലെ എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് സിമിലിയാണ് കേട്ടോ. നോക്കാം. Now develop similes from the following hints. ഇനി നമുക്കിവിടെ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് സിമിലീസ് ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. The tree stands like a giant എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. The moon looked at me like a king. അല്ലേ? Then the flowers smiles like an infant. The thunder roared like a lion എന്നാണ് അല്ലെ. ഇതൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പോ ഗോ ത്രൂ ദ ഓക്കെ, ഇതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു പോവാം. ദ ട്രീ സ്റ്റാൻഡ്സ് ലൈക്ക് എ ഗെയിൻഡ് അല്ലെ, ഗെയിൻഡിനെ പോലെ അല്ലെ. ചില മരങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് അല്ലെ, ചില ആൽമരങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഗംഭീര മരങ്ങളൊക്കെ കാണുമ്പോൾ ഗെയിൻഡ് നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട്. അതുപോലെ ദ മൂൺ ലുക്ക്ഡ് അറ്റ് മീ ലൈക്ക് എ കിങ് അല്ലെ, ഒരു രാജാവിനെ പോലെ നിൽക്കുകയാണ് അല്ലെ. അല്ലെ, മൂണൊരു രാജാവല്ലേ, ഒരു രാജാവാണ് ആകാശത്ത് അല്ലെ. മൂണിന് പകരം വേറെ ഉണ്ടോ? ഇല്ല. അപ്പൊ രാജാവിനെ പോലെ ആകാശത്ത് മൂൺ നിൽക്കുകയാണ്. ദ ഫ്ലവർ സ്മൈൽസ്, പൂക്കളുടെ ചിരി എങ്ങനെയാണ്? ലൈക്ക് എൻ ഇൻഫാന്റ്, ഒരു കുട്ടിയുടെ മുഖത്ത് കാണുന്ന പുഞ്ചിരി പോലെയാണ്. ദ തണ്ടർ റോഡ് ലൈക്ക്, ഇടിയുടെ ശബ്ദം, ഇടി മുരളുന്ന ശബ്ദം എങ്ങനെയാണ്? എ ലയൺ, ഒരു സിംഹം അലറുന്ന പോലെയാണ്. ദെൻ go through the following sentence that contains similes and metaphor. ഇവിടെയൊക്കെ കുറെ സിമിലീസും മെറ്റാഫറും ഉണ്ട്. നിങ്ങൾ ഇത് കണ്ടുവെത്താൻ വേണ്ടി ഒരുപാട് മീനിങ് ഒന്നും തപ്പിത്തരേണ്ട. സെന്റൻസിൽ ലൈക്കോ ആസോ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ സിമിലി ആക്കുക, ലൈക്കും ആസും ഇല്ലെങ്കിൽ മെറ്റാഫർ ആക്കുക. മീനിങ് കിട്ടിയില്ലെങ്കിലാട്ടോ. നോക്കാം. മനു ഈസ് ആസ് ഹഗ്രി ആസ് ഹോസ് അല്ലെ. ഇവിടെ ആസ് കാണുന്നില്ല മക്കളെ. എന്താണ്? മനുവിന് വിശക്കുന്നുണ്ട്, എങ്ങനെ? ഒരു കുതിരയെ പോലെ എന്നാണ് പറയുന്നത്. അപ്പൊ അതെന്താണ് മക്കളെ? സിമിലിയാണ്. ദ കാർ വാസ് എ ജെറ്റ് വെൻ ഇറ്റ് പാസ്ഡ് ബൈ അസ് അല്ലെ. ഒരു ജെറ്റ് പോകുന്ന സ്പീഡിൽ ഒരു കാർ നമ്മുടെ മുമ്പിലൂടെ പാസ് ചെയ്ത് പോയി. അവിടെ ആസും ഇല്ല ലൈക്കും ഇല്ല. അപ്പൊ അതെന്താണ്? മെറ്റാഫർ ആണ് അല്ലെ. ദെൻ the car's fur was a blanket of the warmth അല്ലെ. കാറിന്റെ ഫർ അല്ലെ, ഫർ ശബ്ദം അല്ലെ. ഫർ പറയുമ്പോ എന്താ? ഒരു കാർ അടുത്ത് കൂടെ പോകുമ്പോൾ ഉണ്ടാവുന്ന ഫർ എങ്ങനെയാണ്? ദ ബ്ലാങ്കറ്റ് ഓഫ് വാംത്ത് പോലെയാണ് അല്ലെ. അവിടെയും എന്തില്ല? ആസും ലൈക്കും ഇല്ല. അതുകൊണ്ട് അതെന്താണ്? മെറ്റാഫർ ആണ് അല്ലെ. ദെൻ there were fireworks landed in the sky അല്ലെ. there were fireworks അല്ലെ. fireworks landed in the sky, ആകാശത്ത് ലാൻഡേൺ വെച്ച പോലെയാണ് അല്ലെ, വിളക്ക് വെച്ചത് പോലെയാണ് തോന്നുന്നത്. അവിടെയും നമുക്ക് ലൈക്ക് ഇല്ലാത്തതുകൊണ്ട് അത് എന്താണ്? മെറ്റാഫർ ആണ് അല്ലെ. ഡയറക്റ്റ് കമ്പയർ ചെയ്യാണ്. യു ആർ ആസ് ബ്രേവ് ആസ് ലയൺ, ഇവിടെ ആസ് ഉണ്ട് അല്ലെ. നിന്റെ ബുദ്ധി എന്തുപോലെയാണ്? ആരെ പോലെയാണ്? ലയൺ പോലെയാണ് അല്ലെ. the land Thorpe is a fish when he swims അല്ലെ. ദെൻ അവിടെ എന്ത് കാണുന്നുണ്ട് നിങ്ങൾക്ക്? അത് മെറ്റാഫർ ആണ്. അവിടെ ലൈക്കും ആസും ഇല്ല. ദെൻ ഷീ ഈസ് ആസ് പ്രെറ്റി ആസ് പിക്ചേഴ്സ് അല്ലെ. പിക്ചറുകളെ പോലെ അവൾ എന്താണ്? പ്രെറ്റിയാണ്. നമ്മൾ പിക്ചറിലൊക്കെ കാണുന്ന പോലെ ആളുകളെ പോലെ പ്രെറ്റിയാണ്. അപ്പൊ ഇതെന്താണ്? സിമിലിയാണ് അല്ലെ. അവിടെ ആസ് ഉണ്ടായതുകൊണ്ട് അത് സിമിലിയാണ്. ദെൻ ദ മൂൺ വാസ് എ മിസ്റ്റി ഷാഡോ അല്ലെ. അവിടെ എന്തില്ല മക്കളെ? അവിടെ ലൈക്കും ആസും നിങ്ങൾക്ക് കാണുന്നില്ല. ഡയറക്റ്റ് നേരെ പോയിട്ട് കമ്പയർ ചെയ്തേക്കാണ്. അതെന്താണ്? അത് മെറ്റാഫർ ആണ് അല്ലെ. ദെൻ ഇത്രയും ഉള്ളൂ. വളരെ സിമ്പിൾ പോം, വളരെ സിമ്പിൾ ആക്ടിവിറ്റീസ് അല്ലേ. പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള റെയിനിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അത്. നമ്മൾ യാത്ര ചെയ്ത് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന ആളുകൾക്ക് ഫസ്റ്റ് ഷവർ നൽകുന്ന ഒരാശ്വാസത്തെക്കുറിച്ചാണ് ഈ പോമിൽ പറഞ്ഞിട്ടുള്ളത്. ശേഷം വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അതിനുശേഷം നമ്മൾ എപ്പോഴും പണ്ട് മുതലേ നമ്മൾ പഠിച്ചു വരുന്ന കുറച്ച് സിമിലീസും മെറ്റാഫേഴ്സുമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.